വ്യോമസേനയാണ് ഈ കാലത്ത് എല്ലാ രാജ്യങ്ങൾക്കും പ്രതിരോധ ശക്തി നൽകുന്നത്. യുദ്ധവിമാനങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഇറാന് 551 വിമാനങ്ങളാണുള്ളത്, UAEക്ക് 560, അൾജേരിയയ്ക്ക് 605, ഇസ്രായേലിന് 612, ജർമ്മനിക്ക് 618, ബ്രസീലിന് 628, ഗ്രീസിന് 632, UK-ക്ക് 664, ഇറ്റലിക്ക് 800, സൗദി അറേബ്യയ്ക്ക് 914, നോർത്ത് കൊറിയയ്ക്ക് 951, ഫ്രാൻസിന് 972, തുർക്കിക്ക് 1069, ഈജിപ്തിന് 1080, സൗത്ത് കൊറിയയ്ക്ക് 1171, പാകിസ്ഥാന് 1434, ജപ്പാന് 1459, ഇന്ത്യക്ക് 2296, ചൈനയ്ക്ക് 3304, റഷ്യക്ക് 4221, USA-ക്ക് 14486. വ്യോമസേനയിൽ ഏറ്റവും ശക്തമായ രാജ്യം അമേരിക്കയും, രണ്ടാമത് റഷ്യയും, മൂന്നാമത് ചൈനയും, നാലാമത് ഇന്ത്യയുമാണ്. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ എല്ലാം മേൽക്കൈ നേടുന്നത് വ്യോമസേനയിൽ ശക്തരായ രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ശക്തി പകരുന്നത് റാഫേൽ, തേജസ്, സുഖോയ്, കിരൺ, നേത്ര, ഗ്ലോബ് മാസ്റ്റർ, എയർബസ് C-295 എന്നീ വിമാനങ്ങളും അപ്പാച്ചെ, പ്രജന്ത്, ലൂ എന്നീ ഹെലികോപ്റ്ററുകളും ആണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചുപയോഗിക്കുന്ന യുദ്ധവിമാനമാണ് തേജസ്. ഫ്രാൻസ്, റഷ്യ, UK, USA, കാനഡ, ഇസ്രായേൽ, ബ്രസീൽ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ മറ്റുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരിക്കുന്നത്.